ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായും വൈകുന്നേരം സ്നാക്സിനായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു റെസിപ്പീൻ്റെ പേര് ഓട്ടട എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ഒരു റെസിപ്പിയുടെ പേരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടി വെച്ചുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പത്തിരിപ്പൊടി ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ബൗൾ പത്തിരിപ്പൊടി വെച്ചുള്ള റെസിപ്പിയാണ് കേട്ടോ കൂടെ കാണിക്കുന്നത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ പത്തിരിപ്പൊടിക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബൗള് പത്തിരിപ്പൊടി തന്നെയാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഒരു കോഴിമുട്ട മതി. ഇനി നിങ്ങൾ ചെറിയ ബൗളിലാണ് എടുക്കുന്നതെങ്കിൽ 2 ബൗളിന് ഒരു കോഴിമുട്ട മതി. ഇനി വലിയ ബൗൾ 2 ബൗളാണ് എടുക്കുന്നതെങ്കിൽ 2 കോഴിമുട്ട വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കുക. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കോഴിമുട്ടയും പത്തിരിപ്പൊടിയും ഉപ്പും കൂടി നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇത് മാവിൽ വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടും, പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ആ കട്ടയൊക്കെ നന്നായിട്ട് കരണ്ടി വെച്ച് നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഉടച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. കട്ട ഉണ്ടായാൽ നമ്മളെ ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒക്കെ റെഡി കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കൂലേ, ആ ഒരു പാകത്തിനാണ് കേട്ടോ ഇതും തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത്ര മുഴുപ്പിൽ വേണം. നമ്മൾ വെള്ളം ഒഴിച്ച് പോയാൽ നമ്മൾ അത് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. ഇത് എണ്ണയൊന്നും ഉപയോഗിക്കാണ്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. നമുക്ക് മൺചട്ടിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം, നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ അധികവും ഇത് മൺചട്ടിയിൽ വിറകടുപ്പിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നവന് നോൺ സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ കരണ്ടി ആയതുകൊണ്ട് 2 കരണ്ടി ഒഴിച്ചെടുക്കുന്നുണ്ട്. 2 കരണ്ടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശയൊക്കെ ചെയ്യുന്ന മാതിരി മുകളിലൂടെ ഒന്ന് വട്ടം ചുറ്റിക്കുക, അതൊരു വട്ടായിട്ട് വരാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഹോള് വരുന്ന സമയമാകുമ്പോൾ ഒന്നിത് അടച്ച് വെക്കട്ടോ കുറച്ച് ടൈം. ഞാനിപ്പോൾ അടച്ച് വെക്കുന്ന വീഡിയോ ഇതിൽ സ്കിപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. രാവിലെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക, വൈകുന്നേരം സമയങ്ങളിൽ ചായക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഇനി പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ പത്തിരി ചുടുന്ന സമയത്ത് പത്തിരി വാട്ടണം, കുഴയ്ക്കണോ, പരത്തണോ, ചുടണോ, ഇത്രയും പരിപാടി ഉണ്ട്. ആ ഒരു സമയത്ത് ഇതാണ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ ഉപയോഗം കുറയും, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുകയും ചെയ്യും. അപ്പോൾ നോൺ സ്റ്റിക്കിലൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 എണ്ണം വെച്ച് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ, വേഗം കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു അടിപൊളി സ്നാക്സും ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. നമുക്ക് 2 ടൈമിലും ഇത് ചുട്ടെടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു സ്നാക്സിന് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പേര് പറയുന്നത് ആ പേര് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.